വടകര മണ്ഡലത്തിലെ കുന്നുമ്മക്കരയിലാണ് നമ്മളുള്ളത്. നമ്മോടൊപ്പം കുറച്ച് തൊഴിലുറപ്പ് ചേച്ചിമാരാണ്. ചേച്ചിമാരെ, പണിയൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല, ചോദിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയായി ഏപ്രിൽ 26-നാണ്. നമ്മുടെ വടകര രാഷ്ട്രീയമായി നല്ല ടൈറ്റ് മത്സരം നടക്കുന്നതല്ലേ? എന്താണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം? നമ്മളെ അഭിപ്രായമില്ല. ആരും വിജയിച്ചാൽ പിന്നെ ഞങ്ങൾ എല്ലാ കാര്യം നോക്കണം. റേഷൻ പിടി അരി ഉണ്ടാവില്ല, തൊഴിലുറപ്പിൻ്റെ പൈസ കൂട്ടണം, പിന്നെ അതിൻ്റെ സമയം കുറച്ച് കിട്ടണം, ഇതെല്ലാം തന്നെ. പിന്നെ പെൻഷനും വേണം. ക്ഷേമനിധി പെൻഷൻ തീരെ കിട്ടുന്നില്ല. ഇപ്പോൾ ഇത്ര മാസമായി, ഒരു 5-8 മാസമായി പെൻഷൻ കിട്ടാത്തത്. എനിക്ക് പറയാനുള്ള പെൻഷൻ വേണം. റെഡിക്ക് പാവപ്പെട്ടവർക്ക് റെഡിക്ക് എത്തിച്ചു കൊടുക്കുക മാസാന്തം. പിന്നെ സ്റ്റോറിൽ സബ്സിഡി സാധനങ്ങൾ ചെയ്യുക. പിന്നെ റേഷൻ അരി അതും റെഡിക്ക് എടുക്കുക. അതെല്ലാം തന്നെ. പെൻഷൻ കിട്ടണം 6 മാസത്തെ. പിന്നെ മോദി ജയിച്ചാൽ ഈ 2000 തരുന്നില്ലേ, ആ പൈസ എല്ലപ്പോൾ കിട്ടണം. അതാണ് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന അരി. സാമ്പത്തിക പ്രശ്നം തന്നെ. നല്ല ഭരണം ആര് ചെയ്യുന്നവർക്ക് വോട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. പട്ടിണിയൊന്നും ഇപ്പോൾ എവിടെ ഉണ്ടായില്ല. പെൻഷനെല്ലാം കിട്ടുകയെല്ലാം ചെയ്യും. അത് വോട്ടിന് പഠിപ്പിച്ചിട്ടെല്ലാം വരുന്നതെന്ന് പറയുന്നുണ്ട്. അതേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം ഇതുവരെയും കിട്ടിയത്. ഇപ്പം കുറച്ചായി കിട്ടാണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും ഈ പ്രാവശ്യവും? UDF നിലനിർത്തുമോ അതോ ശൈല ടീച്ചർ? അതൊന്നും പറയാൻ പറ്റൂല. എല്ലാം മാറി മാറി ഇപ്രാവശ്യം എന്ന് തോന്നുന്നു. തൊഴിലുറപ്പ് വേതനമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പം കുറച്ചായി കിട്ടാത്ത, ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ? അതറിയില്ല. ഇവിടെ ആര് ജയിക്കാനാ സാധ്യത? അതറിഞ്ഞൂടെ നമുക്ക്. ശൈലജ ടീച്ചർ ജയിക്കണം എന്നുണ്ട്, പക്ഷെ ആര് ജയിക്കുമെന്ന് അറിഞ്ഞൂടാ.